ഒരാൾ നിന്ന സ്ഥലത്ത് നിന്നും നേർരേഖയിൽ 8 മീറ്റർ മുമ്പോട്ട് നടക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 6 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലും? അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ, ഇതിന്റെ ഒരു ചിത്രം റഫായിട്ട് വരക്കുക. അത് തന്നെ. അപ്പൊ കുറെ കൂടി എളുപ്പത്തില് ഉത്തരം കിട്ടും. ഒരാൾ നിന്ന സ്ഥലത്ത് നിന്ന് ഇതാ ഇവിടെയാണ് നിൽക്കുന്നത്. നേർരേഖയിൽ 8 മീറ്റർ മുമ്പോട്ട് നടക്കുന്നു. ഇങ്ങോട്ടായിക്കോട്ടെ, ഇവിടേക്ക് നടക്കുന്നു 8 മീറ്റർ. എന്നിട്ടോ അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ്, ഇപ്പം ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലെ, ഇടത്തോട്ട് തിരിഞ്ഞ് എവിടെയാ 6 മീറ്റർ നടന്നു. നേർരേഖയിൽ തന്നെയാണ് നടന്നത്. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ഇതും തമ്മിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊരു മട്ടത്രികോണമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിന്റെ വികരണമായിട്ട് വരും ഈ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം. ഇപ്പൊ മട്ടത്രികോണത്തിന്റെ പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഈ അകലം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് √8² + 6², 64 + 36, √100, 10 മീറ്റർ ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, 18 + 4 × 3 - 10 ഹരിക്കണം 5. 18 + 4 × 3 - 10 ഹരിക്കണം 5. 4 ക്രിയയും ഇതിൽ തന്നിട്ടുണ്ട്. പ്ലസ്, ഗുണനം, വ്യവകലനം, ഹരണം. അപ്പൊ സാധാരണഗതിയിൽ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ 18 × 4 = 22 × 3 = 66 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാച്ച് അല്ലേ. അങ്ങനെയല്ല വേണ്ടത്. എന്താ, ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്, എന്നിട്ട് ഗുണനം, എന്നിട്ടാണ് പ്ലസും മൈനസും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് 10 ഹരിക്കണം 5 2 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 2 വരും. 4 × 3 12 വരും. 18 + 12 - 2. 18ഉം 12ഉം കൂടെ കൂട്ടിയാൽ 30. 30ൽ നിന്ന് 2 കുറച്ച് 28 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക്. 1 2 4 7 11. 1 2 4 7 11 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ 1 2 4 7 11. ഇത് സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. 1 1 കൂടെ കൂട്ടിയാൽ 2, 2 2 കൂടെ കൂട്ടിയാൽ 4, 4 3 കൂടെ കൂട്ടിയാൽ 7, 7 4 കൂടെ കൂട്ടിയാൽ 11, 11ന്റെ കൂടെ 5 കൂട്ടുക 16 കിട്ടും ഉത്തരം. തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ 1 2 6 9. 1 അഭാജ്യമല്ല ഭാജ്യമല്ല, അത് ഓർമ്മിച്ചാൽ മതി. 6ഉം 9ഉം അഭാജ്യ സംഖ്യകളല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ 2 ആണ്. ഒരു സംശയമില്ല, 2 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അഭാജ്യ സംഖ്യയാണോ എന്നുള്ളതാണ്. ഒരേ ഒരു ഇരട്ട സംഖ്യയാണ് അഭാജ്യ സംഖ്യ, 2 മാത്രമാണ്. ഇതാണ് ഉത്തരം. 2 1/5 തുല്യമായത് ഏത്? 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതാണ് ശരി? 8/5, 11/5, 3/5, 10/5. 2 1/5. ഇതെങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യയാക്കി? ഇതൊരു മിശ്ര ഭിന്നാണ്. 2ഉം 1/5 രണ്ടും കൂടി ചേർന്ന മിശ്ര ഭിന്നാണ്. ഇതേ രൂപത്തിൽ എഴുതണം. ഇതൊക്കെ വിഷമ ഭിന്നങ്ങളാണ് അല്ലെ. ഇത് വിഷമ ഭിന്നല്ല, സാധാരണ ഭിന്നം. ഇത്രയേ ഉള്ളൂ. 5ഉം 2ഉം കൂടെ ഗുണിക്കുക 10, എന്നിട്ട് ഈ അംശം കൂട്ടുക 11/5. ഇവിടെ തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ 7/10ന്റെ സ്ഥാനം എത്രാമത്? ഇവിടെ ഇപ്പം 4 സംഖ്യകൾ തന്നിട്ടുണ്ട്, 4 ഭിന്നസംഖ്യകൾ. 1/2, 3/4, 2/5, 7/10. 1/2, 3/4, 2/5, 7/10. ഇതിൽ 7/10ന്റെ സ്ഥാനം എത്രയാണെന്നാണ് അറിയേണ്ടത്. അതായത് ഈ സംഖ്യകൾ എന്തെഴുതണം? ആരോഹണ ക്രമത്തിൽ ആദ്യം ചെറുത് എഴുതണം, എന്നിട്ട് വലുത്, അങ്ങനെ 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 അങ്ങനെ, എന്നിട്ട് അതിൽ 7/10ന്റെ സ്ഥാനം എത്രയാണെന്ന് അറിയേണ്ടത്. ഇതില്
ഒറ്റ നോട്ടത്തില് നമുക്ക് സംഖ്യകളൊന്ന് മാറ്റി എഴുതാം. അതെങ്ങനെയാ അറിയോ? ഏറ്റവും ചെറിയ സംഖ്യ 2/5. അത് ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ഇത് 5ന്റെ ഇതിപ്പോ അര, ഇത് 1/4. അര എന്ന് പറയുന്നത് കറക്റ്റ് 1ന്റെ ഇരട്ടിയത്. ഇത് ഇരട്ടിയേക്കാൾ കൂടുതലാണ്, ഇത് ഇരട്ടിയേക്കാൾ കുറവാണ്. അപ്പൊ ഇത് ഒന്നാമതായിട്ട് തന്നെ വരും, ഇത് രണ്ടാമതായിട്ട് വരും. പിന്നെ 3/4 7/10 തമ്മിലാണ് മത്സരം വരുന്നത്. 3/4 7/10. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ഇനി 3ഉം 4ഉം സ്ഥാനങ്ങൾക്ക് തമ്മിലുള്ള മത്സരമാണ്. 3/4 ആണോ മൂന്നാമത് വരുന്നത്, 7/10 ആണോ വരുന്നത്? അതിനെന്താ വഴി എന്നറിയോ? ഇത് എഴുതുക ഇങ്ങനെ, രണ്ട് സംഖ്യകൾ. എന്നിട്ട് ഈ അംശത്തെ ഇതിന്റെ ഛേദം കൊണ്ടും ഈ അംശത്തെ ഇതിന്റെ ഛേദം കൊണ്ടും ഗുണിക്കുക. ഗുണിച്ചാൽ എന്ത് വരും? ഇത് 30 വരും. ഇത് ഗുണിച്ചാൽ എന്ത് വരും? 28 വരും. ഇതിൽ ഏതാണ് ചെറുത്? 28 ചെറുത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ആള്, ഇത് നാലാമത്തെ ആള്. അപ്പൊ 7/10 എത്രാമത്തെ സ്ഥാനാണ്? ഇങ്ങനെ ആരോഹണക്രമത്തിൽ എഴുതുമ്പോൾ അത് മൂന്നാമത്. അടുത്ത ചോദ്യം. ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഒരു വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 31 വയസ്സാണെങ്കിൽ ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം എത്രയാ? 30. അത് മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. 5 അല്ല, സോറി. അപ്പൊ മകന്റെ പ്രായം എത്രയാണ്? 5. മകന്റെ വയസ്സ്, അമ്മയുടെ വയസ്സ് 30, മകന്റെ വയസ്സ് 5. അത് ഒരു വർഷം മുമ്പത്തെയാണ്. ഇപ്പോ അതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണമല്ലോ. അപ്പൊ എത്ര വരും? മകന്റെ പ്രായം 6 വയസ്സാണ്. ഗുണനം സമം വ്യവകലനം, വ്യവകലനം സമം ഗുണനം, പ്ലസ് സമം ഹരണം, ഹരണം സമം പ്ലസ് ആയാൽ 13 - 12 ഹരിക്കണം 400 പ്ലസ് 20 ഗുണിക്കണം 100 കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനെ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഡീകോഡ് ചെയ്യണം. അതായത് വ്യവകലനം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണനമാണ്. ഹരണം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഹരണമാണ്. ഗുണനം എന്ന് പറഞ്ഞാൽ വ്യവകലനമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ചോദ്യത്തെ ഇങ്ങനെ മാറ്റി എഴുതാം. 13 മൈനസ് സമം ഗുണനം 12 ഹരണം എന്ന് പറഞ്ഞാൽ പ്ലസ് 400 പ്ലസ് എന്ന് പറഞ്ഞാൽ ഹരണം 20 ഗുണനം എന്ന് പറഞ്ഞാൽ വ്യവകലനം 100. അപ്പൊ ഇവിടെ പറഞ്ഞത് പ്രകാരം നമ്മൾ ഈ ചോദ്യത്തെ മാറ്റി എഴുതി. ഇനി ഇത്രയും ശ്രദ്ധിക്കേണ്ടുള്ളൂ. ആദ്യം ഹരണം ചെയ്യണം, അതിനുശേഷം ഗുണനം ചെയ്യണം, എന്നിട്ട് പ്ലസും മൈനസും. അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ 400 ഹരിക്കണം 20 എത്ര? 20. 13 ഗുണിക്കണം 12 എത്രയാ? 156. അപ്പൊ എന്ത് വരും? 156 പ്ലസ് 20 മൈനസ് 156 20 176 100 കുറച്ചാൽ 76. അടുത്ത ചോദ്യം. 2 11 47 191 767. അപ്പൊ 1 2 3 4 5 സംഖ്യ തന്നിട്ടുണ്ട്. 6ാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 11 47 191 767. വളരെ ചെറിയ സംഖ്യ തുടങ്ങി വലിയൊരു സംഖ്യയിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ, ഇതിപ്പോ പാറ്റേൺ ആണ്, ഇതാണ് അടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക് അല്ലേ. 2ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 9. 11ഉം 47ഉം തമ്മിലുള്ള വ്യത്യാസം 36.
47ഉം 191 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 144. 767ഉം 191 തമ്മിലുള്ള വ്യത്യാസം കൂടി കാണാൻ പോകും അല്ലേ? 191. 6 7 2 5 576. അപ്പൊ ഈ വ്യത്യാസങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാൽ മതി അല്ലേ? എന്താ? 9 ഗുണിക്കണം 4 36. 36 ഗുണിക്കണം 4 144. 144 ഗുണിക്കണം 4 576. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞില്ല അല്ലേ? 576 4 കൊണ്ട് ഗുണിച്ചിട്ട് 767 കൂട്ടുക. 4 കൊണ്ട് ഗുണിക്കുക. ഗുണിച്ചാൽ എന്ത് വരും? 24 2 28 2 30 23. 2304ഉം 767 കൂടെ കൂട്ടുക. ഈ സംഖ്യ കൂടെ കൂട്ടുക. അപ്പൊ 1 7 3071 അതിന്റെ ഉത്തരം. അടുത്തത്, വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദാഹം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചായ, കാപ്പി, വെള്ളം, ജ്യൂസ്. വിശപ്പും ഭക്ഷണവും തമ്മിലാണ്. ഭക്ഷണം എന്ന് പറയുന്നത് ഏത് ഭക്ഷണം? ബിരിയാണിയാണോ മറ്റേതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഭക്ഷണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ദാഹം എന്തുമായി ബന്ധപ്പെടുന്നു? സി, വെള്ളവുമായി ബന്ധപ്പെടുന്നു. അതാണ് അതിന്റെ ഉത്തരം.